പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവശക്തി ആരിലാണ് വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ശക്തിയുടെ ദൈവമാണ്. ആരെല്ലാം ആ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ദാഹിക്കുന്നുണ്ടോ, അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനായ ദാവീദ് പ്രകാരം പ്രാർത്ഥിച്ചത്. സങ്കീർത്തനങ്ങൾ 68:28 ദൈവമേ, അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ദൈവശക്തിക്ക് വേണ്ടി ദാഹിച്ചു. അവൻ്റെ ജീവിതം ദൈവശക്തി കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിൽ വളരെ വേദനയോടെ കണ്ണുനീരോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുക, ദാഹിക്കുക. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും, നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുക തന്നെ ചെയ്യും. ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മ വഴി കർത്താവിനെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ നവമായ സുവിശേഷം പ്രഘോഷിക്കുവാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം വളരെ വേദനയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടേക്ക് കടന്നു വരുന്നു. ഞാനൊരു സംഭവം ഓർക്കുന്നു. 1871 ഫ്രാൻസിനെ അത്ഭുതകരമായി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം സംരക്ഷിച്ച ആ വലിയ അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രാൻസ് അപ്പോൾ ഭരിക്കുന്നത് നെപ്പോളിയൻ ചക്രവർത്തിയാണ്. ഈ സമയം പേർഷ്യൻ സാമ്രാജ്യം ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പേർഷ്യൻ സാമ്രാജ്യം അത് വലുതാണ്. ആ ശക്തിക്ക് മുമ്പിൽ ഫ്രാൻസിന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഇതാ 10,000 പേർഷ്യൻ സൈന്യനിരകൾ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഈ സമയം ഒരു ചെറിയൊരു ഗ്രാമം, പോൺമെയിൻ എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. ആ ഗ്രാമത്തിൽ ആബേ മൈക്കിൾ എന്ന വലിയ മരിയ ഭക്തനായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആബേ മൈക്കിൾ എന്ന ഒരു മരിയ ഭക്തനായ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തി സ്ഥിരതയോടെ തൻ്റെ ഗ്രാമത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഗ്രാമവാസികൾ മുഴുവൻ ഇതറിഞ്ഞു. ഇതാ ഞങ്ങളുടെ ഗ്രാമത്തിലൂടെയാണ് പേർഷ്യൻ സൈന്യം കടന്നു പോകുന്നത്. സൈന്യം കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം പട്ടാളം നശിപ്പിച്ചു കളയും. അവരുടെ പെൺകുട്ടികളെ നശിപ്പിക്കും, ഭവനങ്ങളെ നശിപ്പിക്കും, കുട്ടികളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകും, തങ്ങളുടെ സമ്പത്തെല്ലാം നശിച്ചു പോകും. അവർ വളരെ വേദനയോടെ, പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആബേ മൈക്കിൾ എന്ന വ്യക്തി അവർക്ക് പ്രത്യേകമായി ഉത്തേജനം നൽകി. പ്രിയപ്പെട്ടവരെ, 1817 ജനുവരി 17 5:30 ഈ സമയം ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണപ്പെട്ടു. ഈ നക്ഷത്രങ്ങളുടെ മധ്യേ പരിശുദ്ധമ്മ പുഞ്ചിരി തൂകി തന്റെ പ്രിയപ്പെട്ട ജനത്തെ നോക്കുകയാണ്. അമ്മയുടെ ശിരസിൽ കിരീടമുണ്ട്, നീല അങ്കി ധരിച്ചിരിക്കുന്നു. അമ്മയുടെ ആ അങ്കിക്ക് ചുറ്റും നക്ഷത്രങ്ങൾ മിന്നിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഒന്നും സംസാരിക്കുന്നില്ല. അമ്മ ആ സമയത്ത് ചെയ്ത പ്രവൃത്തി ഇതാണ്. തൻ്റെ കൈകളിലുള്ള ആ വെള്ളക്കടലാസിൽ ആ ജനത്തിനുള്ള ദൂത് എഴുതി കാണിക്കുകയാണ്. സ്വർഗത്തിന് ദൂത് അവർ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ജനം പൊട്ടിക്കരഞ്ഞ് കർത്താവിൻ്റെ കരുതലിനെ പുകഴ്ത്താൻ തുടങ്ങി. ദൈവശക്തി അവിടെ വെളിപ്പെട്ടു. ജനം ആർപ്പോടെ പരിശുദ്ധമ്മയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. ആ മെസ്സേജ് ഇതായിരുന്നു: അല്പസമയത്തിനുള്ളിൽ യേശു നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുകയും നിങ്ങളെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, സ്മിത്ത് എന്ന വ്യക്തിയാണ് പേർഷ്യൻ സൈന്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ആകാശവിധാനത്തിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു. ആ വ്യക്തി തന്റെ രാജാവിന് ദൂതയച്ചു. രാജാവേ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല.
പരിശുദ്ധമ്മ ഈ രാജ്യത്തെ സംരക്ഷിക്കുകയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രാജാവ് പെട്ടെന്ന് കൽപ്പന കൊടുത്തു, പരിശുദ്ധമ്മ ആ രാജ്യത്തെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോരുക. പ്രിയപ്പെട്ടവരെ, പേർഷ്യൻ സാമ്രാജ്യം നെപ്പോളിയൻ ചക്രവർത്തിയുമായി ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. അങ്ങനെ പരിശുദ്ധമ്മ വഴിയായി കർത്താവ് ആ രാജ്യത്തെയും ആ ഗ്രാമത്തെയും സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഗുഡ്നസ് ടെലിവിഷനിലൂടെ വചനദീപ്തി എന്ന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കൈകൾ രണ്ടും യാചനാ രൂപത്തിൽ പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ എവിടെയെല്ലാം പ്രാർത്ഥന ഉയരുന്നുണ്ടോ അവിടെയെല്ലാം സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. ഒരു നിമിഷം നിശബ്ദമായി കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ ശുശ്രൂഷമേൽ വർഷിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും കർത്താവെ സ്പർശിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ, ബന്ധിതരെ മോചിപ്പിക്കണമേ. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന സകല മക്കൾക്കും കർത്താവെ അങ്ങ് സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യണമേ. വടിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ. സ്വർഗീയ പിതാവേ, യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് കരം നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധന്മാരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവശക്തി ആരിലാണ് വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ വചനം ആത്മനിർവോടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു സത്യം മനസ്സിലാകും. ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ തിരഞ്ഞെടുക്കും. അത് അനേകം കാലഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ പ്രവാചകരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, വിശുദ്ധന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, സാധാരണക്കാരായ വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വ്യക്തിയെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി നൽകുകയാണ്. ആ വ്യക്തിയുടെ പേര് ജയറോസ്. 5-ാം അധ്യായം 21-ാം വാക്യം. യേശു വഞ്ചിയിൽ കയറി മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അപ്പോൾ സിനഗോഗ് അധികാരിയായ ജയറോസ് അവിടേക്ക് കടന്നു വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ കൊച്ചുമകൾ ഇതാ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് അവളെ രോഗം മാറ്റി സുഖപ്പെടുത്തി വീണ്ടും ജീവിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ജയറോസ് ഒരു സിനഗോഗ് അധികാരിയാണ്. അവന് സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, അംഗീകാരമുണ്ട്. ആ ജനത്തിന്റെ മുമ്പിൽ അവൻ വലിയവനാണ്. പക്ഷേ ജെറോസ് തൻ്റെ കഴിവുകളും തൻ്റെ അധികാരവും കർത്താവിന് മുമ്പിൽ മാറ്റിവെച്ചു. തൻ്റെ ശക്തി കർത്താവിന് മുമ്പിൽ മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ കർത്താവിൻ്റെ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി. അവൻ എളിമപ്പെട്ടു. ജെറോസ് അധികാരിയായിരുന്നിട്ടും ജെറോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ വീണു. പ്രിയപ്പെട്ടവരെ, അനേകർ ചുറ്റും നിൽക്കുന്നു, അവൻ ആരെയും നോക്കുന്നില്ല. യേശുവിനെ പ്രതി അവൻ ലജ്ജിക്കുന്നില്ല. ജെറോസിന് മനസ്സിലായി, സ്വർഗത്തിന്റെ അധികാരമുള്ള യേശു ക്രിസ്തുവിന് മുമ്പിൽ ഭൂമിയിലെ ചില അധികാരമുള്ള ഞാൻ കീഴ്പ്പെടണം. അവൻ തൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾക്ക് വേണ്ടി കർത്താവിന്റെ കാൽക്കൽ വീണ് കർത്താവിനെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജെറോസിന്റെ ഈ മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ ഈ ലോകത്തിൽ എത്രമാത്രം ഉന്നതരായ വ്യക്തിയാണെങ്കിലും സ്വർഗത്തിന്റെ ശക്തിയുടെ മുമ്പിൽ നമ്മുടെ ശക്തി കീഴടക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ജെറോസിന് സമ്പത്തിന് കുറവില്ല, അംഗീകാരങ്ങൾക്ക് കുറവില്ല. അവനൊന്ന് പറഞ്ഞാൽ അവന്റെ കീഴെ ജോലിക്കാരുണ്ട്, പട്ടാളക്കാരുണ്ട്. പക്ഷേ ഇവിടെ
ആ മകൾ മരിക്കാറായി കിടക്കുന്നു. ഈ ലോകത്തിൻ്റെ സമ്പത്ത് കൊണ്ടോ, കഴിവ് കൊണ്ടോ, സ്ഥാനമാനങ്ങൾ കൊണ്ടോ, കോണ്ടാക്ട് കൊണ്ടോ ജയറോസിന് ഒന്നും പറ്റുകയില്ല എന്ന വലിയ ആത്മീയ രഹസ്യം ജയറോസ് മനസ്സിലാക്കി. ജയറോസ് എളിമപ്പെട്ടു, കീഴ്പ്പെട്ടു, കർത്താവിന് മുമ്പിൽ സറണ്ടറായി. നമ്മളുടെ ജീവിതങ്ങൾ കർത്താവിന് മുമ്പിൽ കീഴ്പ്പെടുമ്പോൾ, സറണ്ടറാകുമ്പോൾ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, കർത്താവ് ജയറോസിന് കൂടെ പോയി. എന്നെ അത്ഭുതപ്പെടുത്തിയ വചനമാണ്. കാരണമുണ്ട്, അനേകം വ്യക്തികൾ അവിടെ കടന്നു വന്നിട്ടുണ്ട്. ദരിദ്രരായ വ്യക്തികളുണ്ട്, രോഗികളായ വ്യക്തികളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. പക്ഷെ ഇവരുടെ കൂടെയൊന്നും പോകാതെ യേശു ഇതാ സമ്പന്നനായ ഒരു വ്യക്തിയുടെ കരം പിടിച്ച് ഇതാ അവന്റെ ഭവനത്തിലേക്ക് പോകുന്നു. അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 34-ാം വാക്യം, കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന വിജാതീയ മക്കളോട് വലിയൊരു ആത്മീയ ദൂത് പത്രോസ് പറയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് പക്ഷപാതമില്ല, ദൈവത്തിന് മുഖനോട്ടമില്ല. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവത്തിന് മുഖനോട്ടമില്ല. കർത്താവ് നോക്കിയത് ജയറോസിന്റെ അബാഹ്യമായ രൂപത്തിലേക്കല്ല, അവന്റെ ആന്തരികമായ ഭാവത്തിലേക്കാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം, ആത്മാവിൽ ദരിദ്രരായവരെ നിങ്ങൾക്കുള്ളതാണ് സ്വർഗരാജ്യം. പ്രിയപ്പെട്ടവരെ, ജയറോസിന്റെ ആത്മാവിന്റെ അവസ്ഥ കർത്താവ് കണ്ടു. അവന്റെ എളിമ കർത്താവ് കണ്ടു, താഴ്മ കർത്താവ് കണ്ടു. അവൻ ലോകത്തിലേക്ക് നോക്കാതെ, തന്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളിലേക്ക് നോക്കാതെ, യേശുക്രിസ്തുവിനെ പ്രതി അഭിമാനപൂർവ്വം അവൻ കർത്താവിന് കാൽക്കൽ വീണ് കർത്താവിനെ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവന് കൂടെ പോയി. മാർക്കോസ് 5-ാം അധ്യായം 41-ാം വാക്യം, അവൻ ആ മകളുടെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും ജീവനിലേക്ക് ആ മകളെ നയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സമൂഹത്തിൽ മരണതുല്യമായി ജീവിക്കുന്നവരുണ്ടോ? ഒറ്റ കാര്യമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അഹങ്കാരം വെടിയുക, എളിമപ്പെടുക. പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്ക 1-ാം അധ്യായം 52-ാം വാക്യം, ശക്തരെ കർത്താവ് സിംഹാസനം താഴെ ഇറക്കി എളിയവരെ ഉയർത്തി. എളിയവരെ ഉയർത്തുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എളിയവരെ ഉയർത്തുന്ന ഒരു കർത്താവ് മരിച്ചു പോയിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എളിയവരെ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. രണ്ടാമത് ഒരു വ്യക്തിയെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി നൽകുകയാണ്. പഴയ നിയമത്തിൽ 1 സാമുവേൽ 17-ാം അധ്യായത്തിലാണ് ആ വ്യക്തിയെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ വ്യക്തിയുടെ പേര് ദാവീദ് എന്നാണ്. അവൻ വെറും ഒരു ഇടയച്ചെറുക്കനാണ്. 1 സാമുവേൽ 17-ാം അധ്യായം 26-ാം വാക്യം, ഗോലിയാത്ത് ഇസ്രായേൽ സേനകളെതിരെ ഇതാ വെല്ലുവിളി ഉയർത്തുകയാണ്. അവനിതാ വെല്ലുവിളിക്കുന്നു. അവൻ വെല്ലുവിളിക്കുന്നത് ഇസ്രായേൽക്കാരെ മാത്രമല്ല, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോടുമാണ് അവൻ വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളി സ്വീകരിക്കുവാനുള്ള അഭിഷേകമുള്ള ഒരു വ്യക്തി പോലും അവിടെ ഉണ്ടായിട്ടില്ല. സൗൽ ഭയപ്പെട്ടു, ഇസ്രായേൽ സേനകൾ ഭയപ്പെട്ടു. പക്ഷേ അവിടെ കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിച്ച ഇടയച്ചെറുക്കനായ, താഴ്ന്നവനായ, എളിമയുള്ളവനായ, എന്നാൽ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ഒരു മകൻ അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്, എനിക്ക് വേണ്ടി പൊരുതുന്നവർക്ക് ഞാൻ എൻ്റെ ശക്തി വെളിപ്പെടുത്തും. ആരെല്ലാം കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി കർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്തും. ദാവീദ് ഇപ്രകാരം പറഞ്ഞു. 1 സാമുവേൽ 17-ാം അധ്യായം 26-ാം വാക്യം, ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുവാൻ ഈ അപരിച്ഛേദൻ ആരാണ്? ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കാൻ ഇവൻ ആരാണ്? അവൻ ധൈര്യപൂർവം തല ഉയർത്തി അവൻ ഗോലിയാത്തിനോട് പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കാൻ നീ ആരാണ്? പ്രിയപ്പെട്ടവർ, ഈ ചങ്കൂറ്റം എങ്ങനെയാണ് ദാവീദിന് കിട്ടിയത്? ദൈവത്തിന്റെ ശക്തി, ദൈവം തന്റെ ശക്തി ആ മകനിലേക്ക് ചൊരിയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 1 സാമുവേൽ 17-ാം അധ്യായം 45 മുതൽ 47 വരെ വാക്യങ്ങൾ
നമ്മൾ വളരെ ആത്മനിർവോടെ വായിക്കണം. അതിൽ വലിയൊരു രഹസ്യം ദാവീദിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാവീദ് എങ്ങനെയാണ് ആ യുദ്ധത്തിൽ വിജയിക്കുന്നത്? ദാവീദ് ഇപ്രകാരം പറഞ്ഞു, നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. പ്രിയപ്പെട്ട വിശ്വാസി, നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ശക്തിയാലല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യുദ്ധം ചെയ്യണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം അപ്പോസ്തലനായ പൗലോസിലൂടെ കർത്താവ് നമ്മൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് യേശുവിന്റെ നാമത്തിലാണ്. കാരണം യേശുവിന്റെ നാമം സകല നാമത്തെക്കാളും ഉപരിയായ നാമമാണ്. അവന്റെ മുമ്പിൽ സകല മുട്ടുകളും അടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മെ നോക്കി പറയാനുള്ള വലിയൊരു ദൂതിതാണ്, എന്റെ നാമത്തിൽ നിനക്ക് വിജയമുണ്ട്, എന്റെ നാമത്തിൽ നിനക്ക് രക്ഷയുണ്ട്. ദാവീദ് ആ രഹസ്യം മനസ്സിലാക്കിയ കർത്താവിന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു. ദാവീദ് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ യുദ്ധം ചെയ്യാൻ വരുന്നത്. രണ്ടാമത് ദാവീദ് പ്രകാരം പറയുന്നു, ഞാൻ നിന്നെ വീഴ്ത്തും, കർത്താവ് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. മല്ലനായ ഗോലിയാത്തിനെ നോക്കി ഇടയച്ചെറുക്കനായ ദാവീദ് പറയാണ്, ഞാൻ നിന്നെ വീഴ്ത്തും. ഇത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. ഇത് ആത്മനിർവോടെ ദാവീദിന് പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ദൈവം തന്റെ ശക്തി അവന്റെ മേൽ പകർന്നു, തന്റെ ആത്മാവിന് അവന്റെ മേൽ പകർന്നു. കാരണം അവൻ കർത്താവിന് വേണ്ടി എഴുന്നേറ്റു. ആരെല്ലാം ഈ കാലഘട്ടങ്ങളിലും കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ടോ, കർത്താവിന് വേണ്ടി പടപൊരുതുന്നുണ്ടോ, കർത്താവിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ, അവരുടെ മേൽ കർത്താവ് തന്റെ അഭിഷേകം ചൊരിയും. അവൻ ശക്തിയാൽ നിറയും. അവനിലൂടെ കർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്തും. മൂന്നാമത് ദാവീദ് എന്താണ് പറയുന്നത്? ദാവീദ് പറയാണ്, ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ശക്തിയില്ലാത്തവനായി ഇരിക്കരുത്. നിന്റെ ദൈവം ശക്തിയുള്ളവനാണ്. നീ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ നിന്നിലൂടെ നിന്റെ രാജ്യം യേശുവിനെ അറിയും, ദൈവശക്തി അറിയും. എവിടെയെല്ലാം ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി എഴുന്നേൽക്കുന്നുണ്ടോ, അവൻ ദുർബലനാകട്ടെ, അവൻ രോഗിയാകട്ടെ, അവൻ ജീവിതത്തിലെ തള്ളപ്പെട്ട പരാജിതനായ വ്യക്തിയാകട്ടെ, പക്ഷെ കർത്താവിന് ശക്തി അറിഞ്ഞ് അവൻ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് തന്റെ ശക്തി അവനിലൂടെ അവന്റെ രാജ്യത്തിലും അവന്റെ കുടുംബത്തിലും അവന്റെ എല്ലാ മേഖലകളിലും കർത്താവ് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നാലാമത് കർത്താവിന് പ്രിയപ്പെട്ട മകനായ ദാവീദ് പ്രകാരം പറഞ്ഞു, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യുദ്ധം ചെയ്യേണ്ട, ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ ശക്തി നമുക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ആത്മീയ മർമ്മങ്ങൾ ദാവീദിൽ വെളിപ്പെട്ടു. ദാവീദ് 1 സാമുവേൽ 17-ാം അധ്യായം 49-ാം വാക്യം, അവൻ തന്റെ കൈകളിലുള്ള കവിണയിൽ കല്ല് വെച്ച് ഗോലിയാത്തിന്റെ നെറ്റിയിലേക്ക് ആഞ്ഞെറിഞ്ഞു. ആ കല്ലിൽ ദൈവശക്തി ഉണ്ടായിരുന്നു. ആ വെറും കല്ല് അവന് നെറ്റിയിൽ ആഞ്ഞു തറച്ചു. മല്ലനായ ഗോലിയാത്ത് നിലംപതിച്ചു. പ്രിയപ്പെട്ടവരെ, ശക്തിയിൽ നിറയുക. കർത്താവ് നിന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. മൂന്നാമത് കർത്താവ് ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അത് മറ്റാരുമല്ല, ദൈവശക്തി വെളിപ്പെടുത്തുവാൻ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് അബ്രാഹത്തിന്റെ വാഗ്ദാന പുത്രനായ ഇസഹാക്കിനെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ അവിടെ ഇസഹാക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അവൻ ഗരാറിൽ താമസിക്കുന്നു. അവൻ അപ്പനായ അബ്രാഹം, ഉൽപ്പത്തി 20:1 നമുക്കറിയാം, അബ്രാഹം ഗരാറിൽ താമസിച്ചിട്ടുണ്ട്. അതൊരു ഫിലിസ്ത്യ പട്ടണമാണ്. അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി. ഈ സമയത്ത് ഇസ്ഹാക്ക് ചിന്തിക്കുകയാണ്, ഞാൻ ഈ ദേശത്ത് നിന്ന് ഈജിപ്തിൽ പോയി വസിക്കും. കാരണം വല്ലാത്ത ക്ഷാമമാണ്, കടുത്ത പട്ടിണിയാണ്. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കന്നുകാലികൾക്കും കുടിക്കാൻ വെള്ളം പോലുമില്ല. എൻ്റെ കൂടിയുള്ള ഭൃത്യന്മാർക്ക് ഇത് കഴിക്കാൻ ഭക്ഷണമില്ല. എൻ്റെ കൃഷിയെല്ലാം നശിക്കുന്നു, സമ്പത്തെല്ലാം നശിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അവന് മാനുഷികമായ ബുദ്ധിയിൽ ഇസ്ഹാക്ക് ചിന്തിച്ചു, ഈജിപ്തിൽ പോകാം. ഈജിപ്ത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈജിപ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ലോകത്തിനെയാണ്. ഇന്ന് അനേകം വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്, ലോകത്തിന്റെ വഴിയിൽ പോയി ഇപ്പോഴുള്ള പ്രതിസന്ധിയെ തരണം ചെയ്യാം, ദൈവത്തെ മറക്കാം, ലോകത്തിന്റെ വഴിയിലൂടെ പോയി എനിക്ക് സമ്പന്നനാകാം, എനിക്ക് വിജയിക്കാം.
പ്രിയപ്പെട്ടവരെ, ആ ചിന്ത തെറ്റായ ചിന്തയാണ്, അത് ദൈവികമല്ല. ഇസ്ഹാക്കിനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 3 മുതൽ വാക്യങ്ങളിൽ കർത്താവ് അന്ന് രാത്രിയിൽ ഇസ്ഹാക്കിന് പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവ് ഇസ്ഹാക്കിനോട് ഇപ്രകാരം പറഞ്ഞു, മോനെ ഇസ്ഹാക്ക്, നീ ഈജിപ്തിലേക്ക് പോകരുത്, ഈ നാട്ടിൽ തന്നെ നീ താമസിക്കുക. പിന്നെ വലിയ വാഗ്ദാനങ്ങൾ കർത്താവ് ഇസ്ഹാക്കിന് കൊടുത്തു. നീ ഇവിടെ തന്നെ എൻ്റെ വാക്ക് കേട്ട് നീ താമസിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഈ ദേശം നിന്റെ തലമുറയ്ക്ക് ഞാൻ നൽകും, നിന്റെ അപ്പനായ അബ്രാഹത്തിനോട് ഞാൻ ചെയ്ത വാഗ്ദാനം എല്ലാം നിറവേറ്റും, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ പെരുപ്പിക്കും, നിന്റെ സന്തതി വഴി ലോകത്തിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇസ്ഹാക്കിനോട് കർത്താവ് 6 വാഗ്ദാനങ്ങൾ പറയുകയാണ്. ഇസ്ഹാക്ക് നോക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ നോക്കണോ, അതോ ഇത് ഞാൻ വളരെ വേദനയോടെ ഇരിക്കുന്ന എൻ്റെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് നോക്കണോ? ഇസ്ഹാക്കിന് വലിയ ആശയക്കുഴപ്പമുണ്ടായി. പക്ഷേ അവൻ ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിരുന്നു. അവൻ്റെ അപ്പൻ അവനെ ദൈവഭക്തിയിലാണ് വളർത്തിയത്. കർത്താവിനെ നോക്കുവാൻ അബ്രാഹം ഇസ്ഹാക്കിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞെരുക്കത്തിന് മധ്യേ, പ്രതിസന്ധിയുടെ മധ്യേ അവൻ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ദൈവശക്തി വെളിപ്പെടണോ? പ്രതിസന്ധിയുടെ മധ്യേ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുക, കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക. കർത്താവിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ആകാശം ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇസ്ഹാക്കിനോട് പറഞ്ഞത് തന്നെയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇസ്ഹാക്ക് ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 6-ാം വാക്യം, ഇസ്ഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ നിങ്ങൾ ആത്മനിറവോടെ വായിക്കണം. ഇസ്ഹാക്ക് ആ നാട്ടിൽ തന്നെ, ക്ഷാമമുള്ള, വെള്ളമില്ലാത്ത, വരൾച്ചയുള്ള ആ നാട്ടിൽ തന്നെ, അക്കൊല്ലം തന്നെ അവൻ കൃഷി ഇറക്കി. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. 100 മേനി വിളവ് നൽകി കർത്താവ് അവനെ അനുഗ്രഹിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെല്ലാം സാധ്യമാണ്. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു. 26-ാം അധ്യായം 13-14 വാക്യങ്ങൾ, കർത്താവ് ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കി അവൻ അഭിവൃദ്ധിപ്പെട്ടേ കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടണോ? വില കൊടുക്കുക. ക്ഷാമത്തിന്റെയും കഷ്ടതയുടെയും സമയങ്ങളിലും കർത്താവിന്റെ വചനങ്ങളെ മുറുകെ പിടിക്കുക. കർത്താവിന്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. 4ാമത് ഒരു വ്യക്തിയെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി നൽകുകയാണ്. അത് പുതിയ നിയമത്തിൽ പൗലോസ് എന്ന കർത്താവിന് പ്രിയപ്പെട്ട അപ്പോസ്തലനെയാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ പോയ പൗലോസിനെയും സീലാസിനെയും അവിടെയുള്ള ഭരണാധികാരികൾ ചാട്ടവാറ് കൊണ്ടടിച്ച് ശരീരം മുഴുവനും മുറിവേൽപ്പിച്ച് ഫിലിപ്പി കാരാഗൃഹത്തിന്റെ ഉള്ളറകളിലേക്ക് തള്ളിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെതായ ഒന്നും അവർക്ക് സന്തോഷിക്കാനില്ല. ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുന്നു. കാലുകളിലും കൈകളിലും ചങ്ങലയുണ്ട്. രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതാ ജയിലറയുടെ ഉള്ളറകളിലാണ് കിടക്കുന്നത്. ദുർഗന്ധമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉറങ്ങാൻ പോലും പറ്റുകയില്ല. പക്ഷേ അർദ്ധരാത്രിയിൽ അവർ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. സഹനത്തിന്റെ മധ്യേ, പ്രതിസന്ധിയുടെ മധ്യേ കർത്താവിനെ സ്തുതിക്കുന്നവരെ നിങ്ങൾക്ക് ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. കർത്താവിനെ സഹനത്തിന്റെ മധ്യേ, പരാജയങ്ങളുടെ മധ്യേ ആരാധിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്തുന്നത്.
പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? പൗലോസും സീലാസും കർത്താവിനെ അർദ്ധരാത്രിയിൽ പാടി ആരാധിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന് അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ശക്തി ആ കാരാഗ്രഹത്തിന് മേൽ പകർന്നു. കാരണമുണ്ട്, തന്റെ പ്രിയപ്പെട്ട മക്കൾ വേദന മധ്യേ തന്നെ ആരാധിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കാണുകയാണ്. കർത്താവ് തന്റെ ആത്മാവിനെ അവരുടെ മേൽ വർഷിച്ചു. ആ കാരാഗ്രഹത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരിക തന്നെ ചെയ്തു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിന്റെ ആത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എളിമപ്പെടണം. നമ്മുടെ ശക്തി മാറ്റിവെക്കണം. ദൈവശക്തിയുടെ മുമ്പിൽ നമ്മൾ കീഴ്പ്പെടണം. രണ്ടാമത്, ദൈവശക്തി വെളിപ്പെടുവാൻ ദാവീദിനെ പോലെ നമ്മൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. കർത്താവിന് വേണ്ടി ജ്വലിക്കണം. നമ്മൾ പരാജിതരല്ല. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് പിശാചിനെ തോൽപ്പിച്ച്, ലോകത്തെ തോൽപ്പിച്ച്, പാപത്തെ തോൽപ്പിച്ച് നമുക്ക് രക്ഷ നേടിത്തന്നവനാണ്. അതുകൊണ്ട് നമുക്ക് വിജയമുണ്ട്, നമുക്കും ശക്തിയുണ്ട്. അവന്റെ നാമത്തിലാണ് ശക്തി. മൂന്നാമത്, കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, എന്ത് വില കൊടുത്തും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുക. കഷ്ടതയുടെ സമയങ്ങളിലും കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവർക്ക് കർത്താവ് തന്റെ ശക്തി കാണിച്ചു കൊടുക്കും. നാലാമത്, കർത്താവ് നമ്മെ പഠിപ്പിച്ചു, വേദനകളുടെ മധ്യേ കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പാതുവാല വിശുദ്ധ അന്തോണീസ് ലോകത്തെ കർത്താവിന് വേണ്ടി തലകീഴായി മറിച്ച കർത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധനാണ്. ഇറ്റലിയിൽ അനേകം സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികാരികൾ വിശുദ്ധ അന്തോണീസിനോട് പറഞ്ഞു, അന്തോണീസേ, ഇത് ഫ്രാൻസിലേക്ക് പോകുക, അവിടെ പാഷാണ്ഡതകൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, സഭയ്ക്ക് വലിയ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ചെല്ലുക, ദൈവജനം ഇത് ചിതറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്തോണീസ് അവിടേക്ക് കടന്നു ചെന്നു, ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. 10,000 മക്കൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ അന്തോണീസിന് ചുറ്റും കൂടുകയാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചു. ഈ സമയത്ത് വലിയൊരു ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. 10,000 മക്കൾ അവിടെ ഓടിക്കൂടിയിരിക്കുന്നു. ഈ സമയം പാഷാണ്ഡതകൾ പ്രചരിക്കുന്ന 4 വ്യക്തികൾ തളർവാദ രോഗിയായ ഒരു പെൺകുട്ടിയെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് ആ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അന്തോണീസേ, നീ വിളിച്ചു പറയുന്ന, നീ പ്രഘോഷിക്കുന്ന യേശു ഇത്രമാത്രം സ്നേഹവും അനുകമ്പയും ഉള്ളവനാണെങ്കിൽ, ശക്തിയുമുള്ളവനാണെങ്കിൽ, എന്തുകൊണ്ട് ഈ പെൺകുട്ടി ജന്മന തളർവാദ രോഗം പിടിപെട്ട് ഇങ്ങനെ കിടക്കുന്നു? എന്തുകൊണ്ട്? നിന്റെ ദൈവത്തിന് ശക്തിയില്ലേ? നിന്റെ ദൈവത്തിന് ശക്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, ജനം അന്താളിച്ചു പോയി. എന്താണ് അന്തോണീസ് ചെയ്യാൻ പോകുന്നത്? അവർ അന്തോണീസിനെ ഒറ്റുനോക്കി. കർത്താവിന് പ്രിയപ്പെട്ട മകൻ, അഭിഷേകത്തിന്റെ അഗ്നിയായ അന്തോണീസ് പരാജയപ്പെട്ടു പോയില്ല. അവൻ ആ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് സ്ട്രെച്ചിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് കടന്നു വന്ന് പറഞ്ഞു, എന്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്. അവന്റെ ശക്തി ഈ സഹോദരിയിലൂടെ, ഈ പെൺകുട്ടിയിലൂടെ വെളിപ്പെടാനാണ് കർത്താവ് ഇവൾക്ക് ഇപ്രകാരം ഒരു സഹനം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. ജനം ഇതാ നോക്കി നിൽക്കെ പാതുവാലി വിശുദ്ധ അന്തോണീസ് മുട്ടുകൾ കുത്തി സ്വർഗത്തിലേക്ക് കരമുയർത്തി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മകന്റെ നാമത്തിൽ ഞങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ മകൾ ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. അതുവഴി അനേക മക്കൾ അങ്ങയുടെ ശക്തി അറിയട്ടെ. അതേ സ്പോട്ടിൽ പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി ജീവനിലേക്ക്, സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. ജന്മാർപ്പോടെ കർത്താവിനെ സ്തുതിച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരാൻ നമുക്ക് ഒരുമിച്ച് ഏക മനസ്സോടെ യേശുനാമത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത ശക്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളിലേക്കും ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. രോഗികളെ സൗഖ്യമാക്കണമേ, ബന്ധിതരെ മോചിപ്പിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സമൂഹത്തെ അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. എല്ലാ മഹത്വവും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരണമേ, ഞങ്ങളെ ആരാധിക്കുന്നു.